പ്രാധാന്യം കിട്ടുന്നില്ല. മറ്റു അന്യഭാഷാ ചിത്രങ്ങൾ മലയാളത്തിൽ കൂടുതൽ കയറുമ്പോൾ മലയാള സിനിമകൾക്ക് പ്രാധാന്യം കിട്ടുന്നില്ല. അതുകൊണ്ടാണോ ഇങ്ങനൊരു സ്റ്റെപ്പ്? അതിന്റെ വ്യത്യാസം നിങ്ങൾ ഫെബ്രുവരി കണ്ടില്ലേ? ഞാൻ ജനുവരിയിൽ ഇറങ്ങി ഡിസംബറിൽ എന്താണ് പറഞ്ഞത്? നമ്മൾ മലയാള സിനിമകൾക്ക് കൂടുതൽ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കണം. അങ്ങനെ വന്നാൽ മലയാള സിനിമയ്ക്ക് അത് വളരെ വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്നുള്ളത് നമ്മൾ ഈ ഫെബ്രുവരി കണ്ടതാണ്. ഏറ്റവും വളരെ മോശം സീസൺ എന്ന് പല വർഷങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ നല്ല സിനിമകൾക്ക് നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ മാർക്കറ്റിംഗ് കൊടുത്തപ്പോൾ വലിയ 4 വിജയങ്ങളാണ് നമ്മൾ ഫെബ്രുവരിയിൽ കണ്ടത്. ഞാൻ പറഞ്ഞ അന്യഭാഷാ ചിത്രങ്ങൾ വരണം, പക്ഷേ നമ്മുടെ മലയാള സിനിമയ്ക്കുള്ള സ്പേസ് നിലനിർത്തണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇപ്പം ജാൻ എന്ന് പറയുന്ന മാസം നമുക്ക് കൂടുതൽ നല്ല സിനിമകൾ റിലീസ് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു മാസമാണ്. പക്ഷെ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ബാനറുകൾ വളരെ കുറച്ച് നല്ല പ്രോമിനന്റ് ആയിട്ടുള്ള വളരെ കുറച്ച് ഡിസ്ട്രിബ്യൂഷൻ ബാനറുകൾ മാത്രമാണ് മലയാളത്തിൽ. അപ്പൊ അതിൽ ഒരു ചുവട് ഞങ്ങളും കൂടെ വെക്കുകയാണ്. നല്ല സിനിമകൾ, നല്ല കണ്ടന്റ് സിനിമകളും വലിയ സിനിമകളൊന്നും ചെറുതൊന്നും ഇല്ലാത്ത നല്ല സിനിമകൾ ഞങ്ങൾ വിത്ത് KRG ആയിട്ട് ചേർന്നിട്ട് ഞങ്ങൾ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എടുക്കുകയും അത് തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത്. ഞങ്ങൾ മറ്റുള്ള ഭാഷകൾ വരണ്ടാന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടില്ല. വരട്ടെ, നല്ല സിനിമകൾ വരട്ടെ, നല്ലത് നോക്കി സെലക്ട് ചെയ്ത് കൊണ്ടുവരണം. എല്ലാ സിനിമകളും കൊണ്ടുവന്ന് ഇവിടെ റിലീസ് ചെയ്യുന്ന ഒരു പ്രവണത പാടില്ല. നല്ല സിനിമകൾ വരട്ടെ, നല്ല കണ്ടന്റ് വരട്ടെ. അതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നല്ല സിനിമകൾ സെലക്ട് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവരും. അത് അന്യഭാഷ മാത്രമല്ല, മലയാളത്തിൽ നിന്നും നല്ല കണ്ടന്റ് സിനിമകൾക്ക് ഞങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും എന്നാണ് പറയുന്നത്. കഴിഞ്ഞിടെ തന്നെ ഈ തിയേറ്ററുകൾ സമരം ഉണ്ടായ സമയത്ത് തന്നെ കുറെ സിനിമകൾ ബ്ലോക്ക് ആയിപ്പോയി. അതെല്ലാം ഇനി ഒറ്റ റഷിലും മാർച്ചിലൊക്കെ ആയിട്ട് ഒറ്റ റഷിലും ഇല്ല. അപ്പം ഇതിലെല്ലാം നല്ല തിയേറ്റർ നിലനിൽക്കണമെന്നില്ല, കുറെയൊക്കെ വാഷ് ഔട്ട് ആയി പോകാൻ ചാൻസ്. ഇത്രയും നല്ല ഒരു സമയം മലയാള സിനിമയ്ക്ക് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. അതിന്റെ ഇടയ്ക്കൂടെ ഈ OTT കാര്യങ്ങളൊക്കെ നമ്മൾ എത്രയോ നാളായിട്ട് ഇപ്പം OTTയുടെ ഈ 30 ദിവസം നിലനിൽക്കുമ്പോൾ തന്നെയല്ലേ ഈ സിനിമകളെല്ലാം ആളുകൾ തിയേറ്ററിൽ പോയി കാണുന്നത്. അപ്പൊ ഇത് കോഎക്സിസ്റ്റ് ചെയ്യും. അതിപ്പം നമ്മൾ കുറച്ചു പേര് വിചാരിച്ചാൽ മാത്രമൊന്നും നമുക്ക് OTTയുടെ ടേംസിൽ ഒന്നും മാറ്റാൻ പറ്റില്ല. അത് പറയാൻ ഞാൻ OTT വർക്ക് ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല. പക്ഷെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇതിനെല്ലാം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇനി അങ്ങോട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പ്രധാന എയിമും അത് തന്നെയാണ്. ഇനി അങ്ങോട്ട് ബോക്സ് ഓഫീസ് സക്സസ് ആണ്. ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമകളും ബോക്സ് ഓഫീസിനെ മാത്രം കണ്ടുകൊണ്ടുള്ള ബാക്കിയൊക്കെ വരുന്ന പോലെ വരട്ടെ. ഈ റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് മലയാള സിനിമ ഇവിടെ നിലനിന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ തന്നെയാണ് OTTയിൽ ആദ്യത്തെ സിനിമ കൊടുത്തത്. ഞാൻ തന്നെയാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് ബോക്സ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സിനിമകൾക്ക് എല്ലാ റൈറ്റ്സും കിട്ടും. അതിനെ ഈ റൈറ്റ്സിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന സിനിമകൾക്ക് ഇനി നിലനിൽപ്പുണ്ടാവില്ല. അത് നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യമാണ്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.